എന്തേ പുഴയിൽ കുളിക്കാൻ പോയിട്ട് കുളിച്ചില്ലേ? അതെ, ഞാൻ നീന്താൻ പഠിച്ചത് പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. അതിന് നീ എവിടെ നീന്താൻ പഠിച്ചേ? ടൗണിൽ പഠിക്കുന്ന കുട്ടി. പിന്നെ പുഴ കുളമെന്നൊക്കെ പറഞ്ഞ പേടിച്ച് തൂവും. ഞാൻ പറയുന്നില്ല. വീട്ടിലന്വേഷിച്ചു. ആഴ്ചനെ പറഞ്ഞ് ഇവിടെ ഉണ്ടാവുന്നു. എന്റെ കല്യാണം നിശ്ചയിച്ചു. ഞാൻ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കാണുമായിരുന്നു. ഇനി എന്നെ വേദനിപ്പിക്കരുത്. എപ്പോഴും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. സഹിക്കാൻ തയ്യാറുമായിരുന്നു ഞാൻ. പക്ഷെ മഹേഷ്, എത്ര കാലം ഒരു പെൺകുട്ടി പിടിച്ചു നിൽക്കുക? എനിക്കറിയില്ല. നമ്മുടെ വിവാഹത്തിന് അച്ഛൻ സമ്മതിച്ചതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും സാഹചര്യമൊക്കെ മാറിയില്ലേ? ഇനി ബന്ധം ആരാ ഇഷ്ടപ്പെടുക അല്ലേ? എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. നീ ക്ഷണിക്കാൻ വരല് വേണ്ടിയിരുന്നില്ല. ക്ഷണിക്കാനല്ല, അവസാനമായിട്ട് ഒന്ന് കാണാനാ വന്നത്. ഇനി എപ്പോഴാ? ശരിയാണ്, കൊലക്കയർ എപ്പോഴാ കഴുത്തിൽ വീഴുക എന്നറിയില്ലല്ലോ. എന്നെ വെറുക്കരുത്, ശപിക്കരുത്. വെറുക്കാനും ശപിക്കാനും ഒക്കെ ഞാനാരാ? സന്തോഷത്തോടെ പോണം. നന്നായിരിക്കട്ടെ. വാസരം ഈ സ്നേഹമുള്ളയിൽ പൂവിടും താരകം. ഒന്ന് പറയൂ മഹേഷ് ചേട്ടാ, ഞാൻ എത്ര പറഞ്ഞിട്ടും ഇവര് കേൾക്കുന്നില്ല. നീ അവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലത്താണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇപ്പൊ പഠിത്തമൊക്കെ പൂർത്തിയാക്കി സ്ഥിതിക്ക് അവിടെ നിന്ന് നിന്നാൽ എന്താ? അരുന്ധതിക്ക് തൽക്കാലം ഇഷ്ടമല്ലെങ്കിൽ അത് നിങ്ങളാ തീരുമാനിക്കാൻ. തീരുമാനിച്ചത് ഞാനല്ല, അരുന്ധതിയാണ്. എന്നായാലും അവളൊന്ന് താമസിക്കുന്ന വീട്ടിലേക്കല്ലേ വിളിക്കുന്നത്? ഞാനിപ്പോ വരുന്നില്ല. അവള് പിന്നെ വരും ചെയ്യണ്ടെന്നേരെ കുറച്ചു ദിവസം കൂടെ നിക്കട്ടെ. അങ്ങനെ പറയരുത്. കോളേജ് പൂട്ടിയപ്പോ ഹോസ്റ്റലിൽ നിന്ന് നേരെ ഇവിടെ ഇങ്ങോട്ടല്ലേ പോകുന്നത്? ഇവളിപ്പോ വരും ഞങ്ങളുടെ കൂടെ. പിന്നെ പേടിപ്പിക്കല്ലേ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് ആശം പറഞ്ഞില്ലേ, പിന്നെ എന്തിനായി കടുംപിടുത്തം? ഇപ്പൊ ഞാൻ കൊണ്ടുപോകാൻ നോക്കട്ടെ. ബലപ്രയോഗമൊന്നുമില്ല. അരുന്ധതിയുടെ സമ്മതമില്ലാതെ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിലും വലിയ പ്രതാപികളെ കണ്ടിട്ടുണ്ട്. മര്യാദയാണെങ്കിൽ മര്യാദ, ഇല്ലെങ്കിൽ എന്റെ തനി ഗുണം മനസ്സിലാവും. വേണ്ട ഹരി, എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. അത് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ധൈര്യം ഉണ്ടെ കൊണ്ടുപോകും. കല്യാണം കഴിയുന്നവരല്ലേ? കല്യാണം അതിന് നീ മോഹിക്കണ്ട. നീ മിണ്ടാതിരി. വഴക്കുണ്ടാക്കാതെ. അരുന്ധതിക്ക് ഇഷ്ടമില്ല, പോണ്ട, അത്ര തന്നെ. ഏതായാലും ഇയാളുടെ കൂടെയുള്ള സഹവാസം ആശാനത്ര നന്നല്ല. അനന്തകോടി നമസ്കാരം മഹേഷേട്ടാ. എന്തിനാ? എന്നെ അവർക്ക് വിട്ടുകൊടുക്കാതിരുന്നതിന്. എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞെന്ന് വരില്ല, പോകേണ്ടി വരും ഒരു ദിവസം. ഇല്ല, പോകേണ്ടി വരില്ല. അങ്ങനെ വരരുതേന്നാ എന്റെ പ്രാർത്ഥന. എന്തെങ്കിലും നോക്കുന്നേ? അങ്കിൾ ഈ സുഗ്രീവ് ഉണ്ടെങ്കിൽ എനിക്ക് എന്താ പേടിക്കാൻ? മുഹൂർത്തം നോക്കാൻ ജോത്സ്യനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ച് നടത്താം. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ ചെറിയൊരു ചടങ്ങ്, അത്രേ പറ്റൂ. ഇവർക്കും അങ്ങനെ മതിയെന്നാ. ഒന്നാമത് അച്ഛൻ മരിച്ചിട്ട് അധികം ആയിട്ടില്ല. ചെറുതായിട്ട് മതി. എന്റെ കൂടെ ഒരു 10-40 ആളെ ഉണ്ടാവും. ഇവിടെ അത്രേ വരൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മുതലാളി കുറച്ച് കാശ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ വരട്ടെ. ശരി.
വെറുതെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്ക് ഈ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനവർക്ക് നഷ്ടമൊന്നും ഉണ്ട്. നഷ്ടമല്ല, അപമാനം. പെങ്ങള് മുടക്കാച്ചേരക്കായി വീട്ടിലിരിക്കാന്ന് പറയുന്നതേ അപമാനാ. ഒരു രണ്ടാം കെട്ടുകാരനാണെന്നുള്ളത് വലിയ കുറവൊന്നുമല്ല. ഇപ്പോഴത്തെ അവസ്ഥയില് അല്ല, കൊണ്ടുവരാം രാജകുമാരനെ. അത്രയ്ക്ക് പുണ്യം നേടി വെച്ചിട്ടുണ്ടല്ലോ പുന്നാര ചേട്ടൻ. മോളെ, നീ എന്താ വണ്ടിയിലൊക്കെ? ചാത്തോത്ത് അൻവർ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അവന്റെ വണ്ടിയാ. ആ, നീ ഇപ്പൊ ദുബായ്ക്കാരുടെയും വലിയ വലിയ ആളുകളുടെ കൂടെ ആണെന്ന് കേട്ടു. ഏയ്, അങ്ങനെയൊന്നുമില്ല. വെറുതെ ഇരിക്കല്ലേ. ആരെങ്കിലും വിളിച്ചാൽ കൂടെ പോവും. എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങും. അതൊക്കെ വാങ്ങി തന്നാൽ കഴിക്കും. ജീവിതം ആകെ വെറുത്തടാ. നീ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവുമില്ല. അറിഞ്ഞില്ലേ വീട്ടിലെ വിശേഷങ്ങളൊക്കെ? വിശേഷോ? ആ, മീരയുടെ കല്യാണം ഉറപ്പിച്ചു. എന്നോടാരും പറഞ്ഞില്ല. പ്രായം കൊണ്ട് ചേരില്ല, എന്നാലും വലിയ കുഴപ്പമില്ല. പരമേശ്വരനാര് പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരം അറിഞ്ഞത്. നമ്മുടെ മാറ്റത്തൊടിയിലെ സുന്ദരനാ. സുന്ദരൻ നേതാവ്. നേതാവ് അയാളെ കിട്ടിയുള്ളവർക്ക് നമുക്കറിയാവുന്നതല്ലേ അയാളുടെ സ്വഭാവം? അതൊക്കെ പണ്ടാ. ആര് മരിച്ചതിന് ശേഷം അയാൾ വലിയ ഭക്തിയും പൂജയും ഒക്കെ ആയിട്ടാ. എത്ര മാറിയാലും ഉള്ളിലിരിപ്പ് മാറുമോ? സമ്മതിക്കില്ല ഞാനിത്. ഈ വരുന്ന ഞായറാഴ്ചയാണ് ദിവസം നിശ്ചയിക്കുന്നത്. അന്നേ മനുവിന് ഒഴിവുള്ളൂ. നിന്റെ സമ്മതം അവിടെ ആർക്കും പ്രശ്നമല്ല. പ്രശ്നമാക്കും ഞാൻ. എന്റെ മൂല അയാള്. നിന്നെ അവര് പണ്ടേ ഉപേക്ഷിച്ചതല്ലേ. നിന്റെ വാക്കിന് എന്താ അവിടെ വില? മനു പറയുന്നത് അവിടെ നടക്കും. മനു പയ്യനല്ലേ, അവൻ എന്തറിയാം? നമ്മൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. ചെല്ലങ്ങോട്ട് പറഞ്ഞു മനസ്സിലാക്കാൻ. നീ ഇതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ എന്തിനാ ഒരു വേദനയും കൂടെ വാങ്ങി വെക്കുന്നത്? ഞാൻ പോട്ടെ. അൻവറിന് എവിടെ പോവാനുണ്ട്? അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേൻ. ആനന്ദാലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണം. അഞ്ജന ഈശ്വര, മഹേഷ്. അനു, ഇവിടെ വരാൻ പാടില്ലായിരുന്നു എന്നറിയാം. വന്നത് തെറ്റായെന്നും അറിയാം. എന്നാലും കേട്ടപ്പോ മനസ്സ് സമ്മതിച്ചില്ല. അപ്പോ ഒരു മനസ്സൊക്കെ ഉണ്ട് ഈ ശരീരത്തിലല്ലേ? അതെങ്ങനെയുള്ള മനസ്സാണ് ഞങ്ങൾക്കറിയാം. അമ്മയെ നിന്നെയും കണ്ട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. ഈ ബന്ധം ഈ വീടും ചേരില്ല അല്ലേ? കൊടുകുത്തി വഴിയാണല്ലോ ഇവിടുത്തെ പ്രതാപം. അതിന് മാത്രം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങള്. ഞാൻ കാല് പിടിച്ചപേക്ഷിക്കാന്ന്. നമ്മുടെ മീരെ അങ്ങോട്ട് അയക്കരുത്. നീയും കൂടെ സമ്മതിച്ചിട്ടാണോ മീരെ? നോക്ക, അവക്കും കൂടെ ഇഷ്ടമില്ലാത്തൊരു കല്യാണം. എനിക്ക് ഇഷ്ടമല്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി പോകാം.